നെഞ്ചു വന്ന് കുട്ടുമാമ എന്താ നിനക്ക്? നീ ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കൂലേ? ചുമ്മാ മാമ നേരത്തെ പറഞ്ഞോണ്ടല്ലോ എൻ്റെ ചങ്കിലാണ് കൊണ്ടത്. മാമ ഒന്നുമില്ലെങ്കിലും എന്നെ ചെറുതിൽ എത്ര എടുത്തോണ്ട് വന്നെയാണ് മാമേ. ആ മാമനെ ഞാൻ തള്ളിയിടുന്നു മാമന് തോന്നുന്നുണ്ടോ മാമ പറ, മാമനെ തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ തള്ളിയിടുന്നു? മാമനോട് എനിക്ക് എത്ര സ്നേഹം ഉണ്ടെന്ന് അറിയോ മാമ? മാമ അങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്ക് എണീറ്റ് പോ കുറെ നേരം കേശു നിനക്ക് എന്താ നിനക്ക് ഇങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. ആ പോ, അതാ നല്ലത്. മിണ്ടായിരിയമ്മ, നീ ഇത് കേട്ടിട്ട് വേണം ഇവിടെ നെഞ്ചത്തടിയും കരച്ചിലും നിലവിളിയും. ആടി കരച്ചിലും നല്ല വിളി. ഞാൻ കരച്ചിരുന്ന ഞാൻ കരയാനൊന്നും വേണ്ട. ഇവനാണ് എന്റെ നെഞ്ചിൽ ഇടിച്ചത്. നിനക്ക് എന്തോന്നടാ വല്ലൊരു മനന്ന് കാണിക്കണ കണ്ടിട്ട് അതുപോലെ കാണിക്കാതെ? വല്ലവരും വല്ലതും കാണിക്കണം കണ്ടിട്ട് അതുപോലെ കാണിക്കാതെ എന്നാ? ആര് വല്ലോ പോലെ കാണിച്ച് അതിന്റെ കാര്യം പോലെ തിരക്കാതെ ഇറങ്ങിപ്പോ വേണ്ടി നിൽക്കാല്ലേ? ഇറങ്ങി പോണില്ലേ? ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് പോയാ ശരിയാവില്ല. എടാ ശ്രീകുട്ട, നിനക്ക് എന്തോ നിന്റെ പ്രശ്നം? പറ, മകളെ പ്രശ്നം എന്തെന്ന് ചേച്ചിയോട് പറ. ഇതുപോലെ ചോദിക്കാൻ ഇവക്ക് തോന്നിയ? അത് പോട്ടെ, ഇപ്പൊ ചേച്ചി ചോദിച്ചില്ലേ, പറ എന്തൊരു പ്രശ്നം? ചേച്ചി ചോദിച്ച പോലെ എങ്ങനെ ചോദിക്കാനാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആദ്യം അത് കാമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പഠിക്കണം. അതില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ കാടുമല ഞാൻ കയറേണ്ടി വരും. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്താണ്. ഇപ്പൊ അവൻ ആദ്യം ചോദിച്ച പോലെ 3 ലക്ഷം കൂടെ വേണം. അപ്പൊ 8 ലക്ഷമോ? നമ്മൾ 5 ലക്ഷം കൊടുത്തിട്ട് എഗ്രിമെന്റ് എഴുതി എല്ലാം സെറ്റിൽ ചെയ്തല്ലേ? കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് തന്നെ അല്ലാതെ പിന്നെ എന്തോന്നാണ്? എല്ലാം സെറ്റായതിനു ശേഷം 3 ലക്ഷം രൂപ പിന്നെ വേണമെന്ന് പറഞ്ഞാ ശ്രീ അവിടെ ദേഷ്യത്തിലാണോ ചോദിച്ചത്? ദേഷ്യത്തിലൊന്നുമല്ല, അയാൾ പെട്ടിരിക്കണ 3 ലക്ഷം കൂടെ കിട്ടിയേ പറ്റുള്ളൂ. ഇതൊരു നടക്ക് പോവൂല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കട തുടങ്ങുമ്പോ എന്തായിരിക്കും? ശ്രീകുട്ടാ എനിക്ക് പറയടാ, എനിക്ക് അയാളെ വിളിച്ചിട്ട് അവിടെ കിടക്കുന്ന സാധനങ്ങളില്ലേ അതെല്ലാം എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിട്. എന്നിട്ട് കൊടുത്ത 5 ലക്ഷം കൂടെ തിരിച്ചു തരാൻ പറ. ആലോചിക്കാതെ എണീക്കടാ. ശ്രീകുട്ടാ ചിന്തിച്ചാൽ കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. അയാൾ എന്തായാലും സ്വസ്ഥ തരാൻ പോകില്ല. ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ് ശ്രീ. വാ എണീക്ക്, ചേച്ചിയും വരാം, നമുക്ക് സംസാരിക്കാൻ പോയി. ഞങ്ങളും വരണോ? ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. വാ ചെല്ലു മാമ. എണീക്ക് ശ്രീകുട്ടാ. വാ അല്ലേ പിന്നെ അല്ലാണ്ട് വാ.